ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി ശിശു വികസന പദ്ധതി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിന്റെ ഭാഗമായി നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ക്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളും ലിംഗവിവേചനവും അവസാനിപ്പിക്കുന്നതിന് നവംബർ 25 മുതൽ ഡിസംബർ 10 വരെ 16 ദിവസങ്ങളിലായി ഓറഞ്ച് ദ വേൾഡ് എന്ന ക്യാമ്പയിൻ ആചരിച്ചു വരുന്നുണ്ട്. വടക്കാഞ്ചേരി ശിശു വികസന പദ്ധതി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്ക് വേണ്ടി നിയമ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് വിവിധ തലത്തിലുള്ള മഹിളാ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, അതിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് തൃശ്ശൂർ ഈ ക്യാമ്പയിൻ, ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ വലിയൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. മറ്റു പല സംഘടനയേറ്റും നമ്മുടെ ഓഫീസുകളിലും നാളെ ഭക്ഷ്യസുരക്ഷിത ദിനമാണ്, ഡിസംബർ 10. ഈ നവംബർ 26 എന്ന് പറയുമ്പോൾ അന്നാണ് സ്ത്രീധന നിരോധന നിയമം ഏർപ്പെടുത്തിയത്. അപ്പോൾ ആ നവംബർ 26 മുതൽ എടുത്ത് ഡിസംബർ 10 വരെയുള്ള തീയതികളിലായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾ തന്നെയാണ് കൂടുതലുള്ളത്. വോട്ടർമാരെ പരിശോധിച്ചാൽ വോട്ടർമാരിൽ കൂടുതൽ സ്ത്രീകളാണ്. ഈ സ്ത്രീകളിൽ നിന്ന് പല ചൂഷണങ്ങൾക്കും വിധേയമായിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അഡ്വക്കേറ്റ് അർച്ചന ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അപ്പൊ 4 നിയമമാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് DV ആക്ട് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, പേര് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട നിയമം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഞാൻ എല്ലാ ക്ലാസ്സിലും ആ വിഷയം അല്ലെങ്കിൽ പോലും ഞാൻ ആ വിഷയം പറഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിയമത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമാണ്. പിന്നെയുള്ള ഒരു ആക്ട് പറയുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ പോഷ് ആക്ട് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എല്ലാവരും എല്ലാ നിയമങ്ങളെ കുറിച്ച് അവെയറാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാവുന്നേ ഉള്ളൂ. CDPO ബേബി കെ കേലത്ത്, ICDA സൂപ്പർവൈസർ രമ്യ എന്നിവർ സംസാരിച്ചു. VCV ന്യൂസ് വടക്കാഞ്ചേരി.